ആണ്. ഡോക്ടർ സരിനെക്കുറിച്ച് വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് അദ്ദേഹം പാലക്കാട് എത്തുകയാണ്. ഇതിൽ പാർട്ടിയുടെ സമ്മർദ്ദമാണോ ഇതിലുണ്ടായിരിക്കുന്നത് നമുക്കറിയില്ല. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് നേരിട്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടർ സരിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു EP ജയരാജൻ. എന്തുകൊണ്ടും അതിനൊരു രാഷ്ട്രീയ പ്രസക്തി കൈവന്നിരിക്കുന്നു ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ? തീർച്ചയായിട്ടും എസ്കെൻ, ഗുഡ് മോർണിംഗ്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ന് പാലക്കാട് EP എന്തു പറയും എന്നുള്ള കാര്യത്തിലുണ്ട്. കാരണം അത്രമേൽ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഉണ്ടായിരുന്നത്. സരിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാണ്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നയാൾ പിറ്റേന്ന് അത് നടക്കാതായപ്പോഴേക്കും മറുകണ്ഠം ചാടി തുടങ്ങിയ അതിരൂക്ഷ വിമർശനങ്ങൾ. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണം എന്നത് നേരാണ്, പക്ഷെ പല ഘട്ടത്തിലും അത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിനെ കൂടി ഒരു കുത്തുകുത്തി EP ജയരാജൻ തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ചേലക്കരയെക്കാളും വയനാടിനേക്കാളും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് സ്കെൻ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ കടുത്ത സമ്മർദ്ദം, അത് മാത്രമല്ല അണികളെ തൃപ്തിപ്പെടുത്തുക, ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് EP-യുടെ ഇന്നത്തെ പാലക്കാട് സന്ദർശനത്തിന് പിന്നിലുള്ളത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി EP ജയരാജന്റെ പരിപാടികൾ ഒരിടത്തും ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. പെട്ടെന്ന് ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ പൊടുന്നനെ എടുത്തൊരു തീരുമാനമാണ് ഇന്ന് വൈകിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ സരിന് വേണ്ടി EP ജയരാജൻ സംസാരിക്കുമെന്നത്. ഇനി അതിൻ്റെ രാഷ്ട്രീയ കൗതുകം എന്തെന്നാൽ എന്ത് സരിനെ വേദിയിലിരുത്തിക്കൊണ്ട് EP ജയരാജൻ പറയുമെന്നുള്ളതാണ്. സരിൻ ഇന്നലെ ഈ വിവാദം നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ പറഞ്ഞത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, എന്തെങ്കിലും തെറ്റിദ്ധാരണ EP ജയരാജന് തന്നെക്കുറിച്ചുണ്ടെങ്കിൽ അത് തീർക്കുമെന്നാണ്. അതായത് സരിൻ പൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ തള്ളിയിരുന്നില്ല ആ ഘട്ടത്തിലും. അതുകൊണ്ട് തന്നെ ഇരുവരും പരസ്പരം എന്ത് വേദിയിലിരുത്തിക്കൊണ്ട് പറയുമെന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകം നൽകുന്ന കാര്യം തന്നെയാണ് സ്കെൻ. മറ്റൊരു കാര്യം, CPM അണികൾ പോലും പൂർണ്ണമായി ഇദ്ദേഹം ഇങ്ങനെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതും. CPM ജില്ലാ സെക്രട്ടറി എന്നെ ഇന്നലെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അദ്ദേഹം ഇതാ സരിന് വേണ്ടി പ്രചരണത്തിൽ വരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതൊരു പ്രതിരോധം മാത്രമാണ്. ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായി അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ EP എന്ത് പറയുമെന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും കൗതുകവുമുണ്ട് സ്കെയിൻ. താങ്ക് യു നിഖിൽ പ്രമേഷ്. ഇന്ന് EP ജയരാജൻ പാലക്കാട് ഡോക്ടർ P സരിൻ്റെ പ്രചരണാർത്ഥം അവിടെ എത്തുന്നു. അദ്ദേഹം പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.